ജമൈക്കക്കാർ ഈ പച്ചക്കായ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അതിനു മുമ്പ് ജമൈക്ക എവിടെയാണെന്ന് നോക്കാം. തെക്കേ അമേരിക്കയുടെയും വടക്കേ അമേരിക്കയുടെയും ഇടയിലെ കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് ജമൈക്ക എന്ന് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ ഈ പച്ചക്കായ ഉപയോഗിക്കുന്നത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ജമൈക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 2 പച്ചക്കായാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ പച്ചക്കായ ആണെങ്കിൽ വലുത് ഒന്ന് മതി. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തു. വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ വേണം, പിന്നെ ഒരു 1/2 കപ്പ് സാധാരണ പാൽ വേണം, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ, ജാതിക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. പിന്നെ വേണ്ടത് ഒരു സിനമൺ സ്റ്റിക്കാണ്. സിനമൺ സ്റ്റിക്ക് ഒരു കുഞ്ഞ് മതി, ഒരു കുഞ്ഞ് സ്റ്റിക്ക് മതി. അല്ലെങ്കിൽ സിനമൺ പൗഡർ ഉപയോഗിക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ ബേ ലീഫ് ഉപയോഗിക്കാം. പിന്നെ മധുരത്തിന് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാലും മതി, ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്വീറ്റിനനുസരിച്ച് എത്രമാത്രം മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് സ്വീറ്റ്നെസ് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പച്ചക്കായ ഒന്ന് ചെത്തി മിനുക്കിയെടുക്കാം. അതായത് തോല് കളഞ്ഞ് ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, പ്ലാന്റെയിൻ പോറിഡ്ജ്. അത് മലയാളത്തിലേക്ക് പറഞ്ഞാൽ നമുക്കിതിനെ ഏത്തക്കായ കഞ്ഞി എന്ന് പറയാം. ഞങ്ങൾ ഒറ്റക്കങ്ങ് ഉണ്ടാക്കിക്കോളാം. എന്താ പറഞ്ഞ? ഞങ്ങൾ ഒറ്റക്കുണ്ടാക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി ഒന്ന് പച്ചക്കായ കട്ട് ചെയ്തെടുക്കാം. ഈ പച്ചക്കായ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത്. ഏതായാലും നനഞ്ഞില്ലേ, നമുക്ക് കുളിച്ചീറ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കായ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങാപ്പാലും സാധാരണ പാലും കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഴുവൻ സാധാരണ പാൽ ഉപയോഗിക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്താൽ അതിൻ്റെതായ ഒരു ക്രീമി ടേസ്റ്റ് ഇതിനുണ്ടാകും. When the city I go click clack blow your bed, government fingers and tic tac toes in it, and while they're working on the X's and O's, I'm living eye and eye like I'm Mr. Commode. അങ്ങനെ പച്ചക്കായിട്ട് പാലൊക്കെ ഒഴിച്ച് ജാറിലാക്കി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ സ്മൂത്ത് ആൻഡ് പേസ്റ്റ് ക്ലോസപ്പ് ആയിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കായ പാലും. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒരു പാത്രം എടുക്കണം. അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്, കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഐഡിയ. വെള്ളം ഉപയോഗിക്കുന്ന പകരം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സിനമൺ സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത്. സിനമൺ സ്റ്റിക്കിന് പകരം പൗഡർ ഉപയോഗിക്കാം. സിനമൺ പൗഡർ ഇടുന്നതായിരിക്കും നല്ലത്, കാരണം കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാകും. ഇനിയല്ലേ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേ ലീഫ് ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ബേ ലീഫും കൂടി ഇടുന്നുണ്ട്, ഒരു ചെറിയൊരു ബേ ലീഫാണ് ഇടുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഏത്തക്ക പാൽ മിശ്രം ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കണം. നമ്മൾ പായസമൊക്കെ ഇളക്കും പോലെ നന്നായിട്ട് ഇളക്കിയിടണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതിനു മുമ്പ് നമുക്ക് ജാതിക്കാപ്പൊടി വേണം, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. അതിനെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് കുറുകി വരുന്നവരെ ഇളക്കാം. പെട്ടെന്ന് കുറുകി വരും, അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. So tell me how far do you wanna go now? Hey, and them we rat-ta-ta-ta-ta when you pop out, pow, wow, wow, wow. ബേ ലീഫ് ഞാൻ പിന്നെയാണ് ഇട്ടത്. നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ജാതിക്കാപ്പൊടി ഇട്ട് അതേ സമയം തന്നെ ഇട്ടുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടാണ് വാനില എസൻസും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഈ വാനില എസൻസിന് പകരം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തൊഴിച്ചാൽ ഈ പ്ലാന്റെയിൻ പോറിഡ്ജ് നമുക്ക് പായസമായിട്ട് പ്രഖ്യാപിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി മധുരത്തിന് വേണ്ടി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാൽനക്ഷത്രത്തിൻ്റെ ട്രീയിൽ പോലെ ഇങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് കൗണ്ടറിലാകാതെ സൂക്ഷിക്കുക, കാരണം ഉറുമ്പ് വരും.
ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ്, ഒരു പായസത്തിനോട് കിടപിടിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. Up inna them garrison, without no sorry, without excuse. Soldier man inna them lorry, everybody gets abused, and everybody have them views now. The media. അങ്ങനെ നമ്മുടെ പ്ലാന്റീൻ പോർജ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങളെന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഈ പ്ലാന്റീൻ പോർജ് ഉണ്ടാക്കി കഴിക്കാം. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്ത? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണവും ഇല്ല, ബുദ്ധിയില്ല. ഇതിൻ്റെ കൂടെ നട്ട്സ് ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഒരു കസ്റ്റാർഡില്ലേ, വിതൗട്ട് ഫ്രൂട്ട്സ്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കുറുക്ക്, അതിൻ്റെയൊക്കെ ഒരു വൈബാണ് ഇതിന് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.